ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ വാർത്തയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. അമേരിക്കയിൽ ജോ ബൈഡന്റെ കാലത്ത് ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. അമേരിക്കയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള വാദം പ്രബലമായിട്ടുള്ള ഒരു വാദമാണ്, സത്യവുമാണ്. അമേരിക്കയാണ് ഇസ്രായേലിന് വേണ്ട സകലവിധ ഫണ്ടുകളും നൽകുന്നത്. ഗാസയിലേക്ക് ഇസ്രായേലിന് എന്തൊക്കെ ആയുധങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അമേരിക്ക കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിനെ അവരുടെ ഒരു സംസ്ഥാനം പോലെയാണ് അമേരിക്ക കണക്കാക്കുന്നത്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെതിരെ ഒരുപാട് രാജ്യങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ ജോ ബൈഡന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ജോ ബൈഡന്റെ കാലത്ത് അത് ഉണ്ടായപ്പോൾ വലിയ നടപടിയൊന്നും അവിടെ വന്നില്ല. അതിനുശേഷം ബൈഡന്റെ ഭരണം പോയി, ട്രംപിന്റെ ഭരണം വന്നു. ട്രംപിന്റെ ഭരണം വന്നപ്പോൾ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് അവിടെ. നടപടി ഉണ്ടായിരിക്കുന്നതിൽ 4 ഇന്ത്യക്കാർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ഈ ബൈഡന്റെ ശേഷം വന്ന ട്രംപിന്റെ ഈ നടപടിയിൽ ഭയന്ന് രഞ്ജിനി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവിടെ നിന്നും സെൽഫ് ഡീപ്പോർട്ടേഷന് വിധേയമാകുന്ന ഒരു കാഴ്ച കണ്ടു. സെൽഫ് ഡീപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം നാട് കടക്കാം. അതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാജ്യം വിട്ട് പോവുകയാണ്, എന്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഞാൻ പൂട്ടിക്കെട്ടി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സെൽഫ് ഡിപ്പോർട്ടേഷൻ നടത്തുകയാണ്. ഒരുപക്ഷെ അവിടെ ഇനിയും ഇന്ത്യക്കാർ ഇത്തരത്തിലുള്ള നടപടിക്ക് വിധേയരാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ട്രംപ് അത്ര വളരെ ഭീകരമായിട്ട് ഈ ഫലസ്തീൻ അനുകൂലികളെ എല്ലാം അവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോ അമേരിക്ക വലിയൊരു നടപടി ഇന്ന് എടുത്തിരിക്കുന്നത്. ഇന്ന് വന്ന റിപ്പോർട്ടുകളിൽ ഞാൻ കണ്ടത് 40 രാജ്യങ്ങളിലേക്ക് ഇനി വിസ 40 രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല അമേരിക്കയിലോട്ട് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ സകലമാന അയൽ രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇനി അമേരിക്കയിലേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഭിക്ഷക്കാരും അമേരിക്കയിലേക്ക് വരണ്ട. നിങ്ങൾ ഇനിയിപ്പോ എത്ര പൈസ മുടക്കി ഇങ്ങോട്ടേക്ക് വരാനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾ വരുന്ന രാജ്യം അത് ഒരു ഡെവലപ്പിംഗ് നേഷനുമല്ല, ഡെവലപ്ഡ് നേഷനുമല്ല. നിങ്ങൾ ദരിദ്ര രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള രാജ്യത്തുള്ള ആൾക്കാർ പോലും ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറണ്ട എന്നുള്ള അതാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ്. കാരണം ഇപ്പോഴാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ഞാൻ എന്റെ കാലഘട്ടത്തിൽ ജനിച്ചു കഴിഞ്ഞു, നമ്മുടെ ജോർജ് ബുഷിന് ശേഷം. ജോർജ് ബുഷ് ഇത്രയല്ലായിരുന്നു എങ്കിൽ ഒരു 100-ൽ 100 കൊടുക്കാൻ പറ്റുന്ന ആ ധാർഷ്ട്യം, ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു വംശീയത, ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭ്രാന്ത് എല്ലാം ചേർന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കറക്റ്റ് അമേരിക്കൻ പ്രസിഡന്റാണ്. അമേരിക്കക്കാർക്ക് വേണ്ടി നമ്മുടെ ഇവിടെയുള്ള ഈ SFI-കാരും ഈ കമ്മികളും പറയുന്നുണ്ട്, ഒരു രാജ്യത്തിന് അവരവർ അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്ന്. ഒരു അമേരിക്കക്കാരൻ അർഹിക്കുന്ന എല്ലാ ടാലൻസും അല്ലെങ്കിൽ എല്ലാ ഒരു ഗുണഗണങ്ങളും അടങ്ങിയ ഒരു ഭരണാധികാരിയാണ് ട്രംപ്. ആ ഗുണഗണങ്ങൾ ഉള്ള ട്രംപിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഫലസ്തീനികൾക്കും കഴിയില്ല, ഫലസ്തീൻ അനുകൂലികൾക്കും കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാരെല്ലാം ട്രംപ് ഇത്തരത്തിൽ അനുകൂലികളെല്ലാം അവിടെ നിന്ന് പിക്ക് ചെയ്ത് ട്രംപ് ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുകയാണ്. ചിലർ ട്രംപ് പിടിക്കുന്ന മുമ്പേ ഞങ്ങൾ പോവുകയാണ്, ബൈ ബൈ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്ത് തോന്നുന്നു, ഇനി ഒരുപാട് ഇന്ത്യക്കാർ അവിടെ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ടോ? ഈ ഫലസ്തീൻ അനുകൂലികളെ അവിടെ ട്രംപ് പിക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിന് ധൈര്യപ്പെടുമോ ഇനി അവിടെയുള്ള ഫലസ്തീൻ അനുകൂലികൾ? ലോകത്ത് എമ്പാടും ഈ വിഘടനവാദത്തിന്റെ ആദ്യത്തെ ശബ്ദം മുഴങ്ങുന്നത് കലാലയങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലായാലും ലോകത്തിന്റെ എമ്പാടായാലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് പിന്നീട് വലിയ കലാപങ്ങളായി മാറുന്നത്. അത് ഈ ലോകത്തെല്ലായിടത്തെയും നമ്മൾ വലിയ കലാപങ്ങളും വിഘടനവാദത്തിലേക്ക് രാജ്യങ്ങൾ രണ്ടായി പോകുന്നതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതെല്ലാം വിദ്യാലയങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ നിന്നാണ്. കാരണം യൂത്ത് രംഗത്തിറങ്ങുന്നു, ആ യൂത്തിന് ഒരു പിന്തുണ കിട്ടുന്നു, അവർക്കൊപ്പം ജനം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പലപ്പോഴും മറ്റ് ആളുകൾ, അതായത് ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഉൾപ്പെടെ ഇതിനെ മുതലെടുക്കാറുമുണ്ട്. നമ്മുടെ രാജ്യത്തും ഇതുപോലെ വിദേശ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. 2023 ദില്ലിയിൽ അഫ്ഗാൻ സ്റ്റുഡൻസ്, നമ്മുടെ 100 കണക്കിന് അഫ്ഗാനികൾ നമ്മുടെ രാജ്യത്ത് പഠിക്കുന്നുണ്ട്. അഫ്ഗാൻ സ്റ്റുഡൻസ് ദില്ലിയിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. അപ്പൊ അവരൊന്ന് കുറെ ഡിമാൻഡ്സ് മുന്നിൽ വെച്ചു. പക്ഷെ നമ്മുടെ രാജ്യം ആ പ്രതിഷേധ പ്രകടനത്തിനോട് അനുഭാവപൂർവമായ ഒരു നിലപാടാണ് എടുത്തത്. അതിന് കാരണം ഉണ്ടായിരുന്നു. ഈ കുട്ടികളുടെ 2 വർഷത്തേക്കും മറ്റും പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് നൽകും. സ്കോളർഷിപ്പ് നൽകാറുണ്ട്, വിസ നൽകാറുണ്ട്. ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. 25,000 മുതൽ 29,000 രൂപ വരെയാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഇവരുടെ ട്യൂഷൻ ഫീസും മറ്റുമൊക്കെ. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് കിട്ടും.
അപ്പോ ഈ ഉം, കുട്ടികളുടെ ഈ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, പ്രതിഷേധം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വിസ കാലാവധി നീട്ടണം, ഒപ്പം തന്നെ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തരണം, അതായത് നിർത്തിയ സ്കോളർഷിപ്പ് തരണം എന്നുള്ളത്. കാരണം ഉം, അതിനായി പ്രതിഷേധം നടത്തുന്ന ഒരു കാരണമുണ്ട്, അവർക്ക് തക്കതായ ഒരു റീസൺ ഉണ്ട്. അതാണ് നമ്മുടെ സർക്കാർ ആ കുട്ടികൾ പറഞ്ഞതിനെ അനുഭാവപൂർവ്വം കണ്ടത്. കാരണം ഈ 2021 ആയപ്പോഴത്തേക്കും താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് തിരിച്ചു പോകാൻ ഭയമായി തുടങ്ങി. അപ്പോൾ അവർ സർക്കാരിനോട് ഉം, പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് നാളുടെ ഇവിടെ തുടരാൻ വേണ്ടിയിട്ടുള്ള വിസ നീട്ടി നൽകണം. അവർ പലരുടെയും വിസ കാലാവധി കഴിഞ്ഞു പോയി, നൽകണം, ഞങ്ങൾക്ക് നിങ്ങളൊരു ജോലി നൽകണം. അതുപോലെ ഞങ്ങളുടെ, കാരണം ഈ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ സ്കോളർഷിപ്പിന് വലിയ പ്രാധാന്യം ഇല്ലല്ലോ, പിന്നെ കൊടുക്കാനും പറ്റത്തില്ല, ഉം, നൽകണമെന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ കാര്യം, ഇവിടുന്ന് ഒരു കുട്ടിയെ പോലും നിർബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു വിടില്ല, നിങ്ങൾ ഭയക്കേണ്ട, നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ ശാന്തമായി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഇനി ഉം, അഫ്ഗാനിസ്ഥാനിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാം. അത് നമ്മൾ അന്ന് ഉം, അവരോട് കാണിച്ചത് ഒരു മാനുഷികമായ പരിഗണനയായിരുന്നു. കാരണം ഈ കുട്ടികളുടെ പലർക്കും അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിരുന്നു അന്നത്തെ ഒരു വലിയ ഉം, സംഘർഷത്തിൽ. പിന്നെ അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഭയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തത്. എന്നാൽ അതിനുശേഷം ചില അഫ്ഗാൻ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെല്ലാം ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ ഹോസ്റ്റലിൽ ഉം, വിജയാഹ്ലാദം നടത്തുകയും അതൊരു വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്ത അനവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഇതുപോലുള്ളൊരു ഉം, വിദ്യാർത്ഥി പ്രക്ഷോഭം ധനുഷിന് ഓർമ്മയുണ്ടാകും, ടിയാൻമെൻ സ്ക്വയറിൽ നടന്നിരുന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അമേരിക്ക നേരിട്ടത് എങ്ങനെയായിരുന്നു? ടാങ്ക് കയറ്റി അതുങ്ങളെ കൊന്നരച്ചു വിടുകയായിരുന്നു. പേസ്റ്റ് പരുവത്തിൽ അതെ, ടിയാൻമെൻ സ്ക്വയറിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കൊന്നിട്ടു. അതെന്തുകൊണ്ടാണ്? ആ അതെ, രാജ്യത്തിനെതിരെ വിഘടന സ്വഭാവമുള്ള ഒരു പ്രതിഷേധമായിരുന്നു എന്നാണ് ചൈന പറയുന്നത്. പക്ഷെ അവിടെ കൊന്ന കാര്യം ഉം, ചൈന ഉം, ഉം, പറയുന്നില്ല ഉം, എങ്കിൽ പോലും. അപ്പൊ ഇത് എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതൊക്കെ ആ രാജ്യത്തുള്ള വിദ്യാർത്ഥികളായിരുന്നു. പക്ഷെ ഇന്ത്യൻ ഉം, വിദ്യാർത്ഥികൾ പലയിടത്തും നമ്മൾ കണ്ടതാണ്. ബ്രിട്ടനിലൊക്കെ അടക്കം മലയാളി വിദ്യാർത്ഥികൾ, UK അടക്കം SFIയുടെ ഉം, മറ്റു യൂണിറ്റുകൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്ന കാഴ്ചകളും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് മിക്കവാറും ഒക്കെ ഈ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളാണ് കൂടുതലായി പങ്കെടുക്കുന്നത്. അതായത് പാകിസ്ഥാൻ അതെ, അതെ, സംഘടിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധ റാലികളില്, വിരുന്നുകളിലൊക്കെ പങ്കെടുക്കുക, ഇന്ത്യക്കെതിരെ രണ്ടെണ്ണം ഉം, പറയുക. കാരണം ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയുന്നത് എന്തോ ഒരു ക്രെഡിറ്റ് പോലെ കാണുന്ന കുറെ ഊളകളുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പോ നമ്മുടെ രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും രണ്ട് തെറ്റോ തെറിയോ ഒക്കെ പറയുന്ന ഒരു അഭിമാനം ഒരു വലിയ സംഭവമാണെന്നാണ് അവർ കരുതുന്നത്. ആയിക്കോട്ടെ, അതെ, വിരോധമൊന്നുമില്ല. അപ്പോ അങ്ങനെ ഇവര് പോകുന്നിടത്തല്ല പിന്നീട് ഇവര് ഇവരെന്തോ ഒരു വലിയ സംഭവമാണെന്നും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ഉം, തങ്ങൾ പര്യാപ്തരാണെന്നും അവർ കരുതുന്നു. ഇല്ലെങ്കിൽ അവർ കഴിക്കുന്ന സാധനം അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. അതുമല്ല എങ്കിൽ ഈ തീവ്രവാദികൾ ഇവരെ ഇത്തരത്തിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം സ്വബോധത്തോടെ നമുക്കിത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു വിദ്യാർത്ഥി ലോൺ എടുത്തോ ഇല്ലെങ്കിൽ കടം മേടിച്ചോ ഇല്ലെങ്കിൽ അവരുടെ ഇതുകൊണ്ടോ ഒരു രാജ്യത്ത് പഠിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. നമ്മൾ അവിടെ എന്ത് ആവശ്യത്തിനാണ് ചെന്ന് പഠിക്കാനാണ്, അതിനുള്ള സ്കോളർഷിപ്പും മറ്റു സൗകര്യങ്ങളും മറ്റൊരു രാജ്യം നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം വാങ്ങിയിട്ട് ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുക, ആ രാജ്യത്തെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രകടനം നടത്തുക, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ MDMA അല്ല, അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വലിയ സാധനം വേണം വലിച്ചു കയറ്റാനായിട്ട്. അതല്ല എങ്കിൽ ഇതിനേക്കാൾ ഈ ISIS കണക്കുള്ള തീവ്രവാദികളുടെ വലിയ ഫണ്ടിങ് അതിനുണ്ടാകാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരക്കാരെ വെച്ച് പൊറിപ്പിക്കാൻ ഒരു രാജ്യവും അനുവദിക്കില്ല. നമ്മുടെ രാജ്യമാണെങ്കിൽ ഒട്ടും അനുവദിക്കാറില്ല. ഇവിടെ എന്റെ ഒരു അറിവില് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭം മാത്രമാണ് പ്രകടനങ്ങൾ നടത്താറുണ്ടായിരുന്നു മുമ്പ്. ഈ ടിബറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അത് അവരുടെ കുറെ ഡിമാൻഡ്സുകൾക്ക് വേണ്ടിയിട്ട്, അത് ന്യായമുള്ള ഡിമാൻഡ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത്. അല്ലാതെ അവര് പാകിസ്ഥാൻ അനുകൂല പ്രകടനമോ ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രകടനമോ ഒന്നും നടത്തിയിട്ടില്ല. നടത്താൻ നമ്മുടെ ഇന്ത്യയിലെ ഒരു സർക്കാരുകളും അനുവദിച്ചിട്ടുമില്ല. ഈ ടിബറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ ചില ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ടിബറ്റിലെ ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ദില്ലിയിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന ഇഷ്യൂസ് ഉയർത്തി കാണിക്കുക മാത്രം അവർ ചെയ്തിട്ടുണ്ട്. അതൊരു സംഘർഷത്തിലേക്കോ ഇല്ലെങ്കിൽ അത്തരത്തിലേക്കോ ഒരു ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അതിൽ അവർ പ്രകടനം നടത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായി അമേരിക്ക കണക്കുള്ള ഒരു രാജ്യത്ത് അത് അവർക്ക് വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? വിസ ക്യാൻസൽ ചെയ്തു. വിസ ക്യാൻസൽ ചെയ്തിട്ടും പോകാത്ത വിദ്യാർത്ഥികളെ പൊക്കി അകത്തിട്ട് തുടങ്ങി. എന്നിട്ട് അവരെ നാട് കടത്താൻ തുടങ്ങി. അപ്പോഴാണ് ഈ പറയുന്ന രഞ്ജിനി ശ്രീനിവാസൻ, ഞാൻ ഇവരുടെ ഈ അക്കാഡമിക് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിനി എന്ന് പറയാൻ കഴിയില്ല, അല്പം ഏജ്ഡും കൂടെ ആണ് ഇവര്. ഈ ഈ കുട്ടിക്ക് അനവധി ബിരുദങ്ങളുള്ള കുട്ടിയാണ്, മിടുക്കിയാണ്. അതായത് നിയമപരമായി തന്നെ അമേരിക്കയില് സ്റ്റുഡൻസ് വിസയിൽ പോയി
അവരുടെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയാണ് അവിടുത്തെ ഈ ഹമാസ് പ്രതിഷേധങ്ങളിലൊക്കെ മുൻനിരയിൽ നിന്നത്. ഇത് നമ്മൾ വ്യാപകമായി കാണുന്നു. കാനഡയിൽ പിന്നെ ഇതിനൊരു ലൈസൻസ് പോലും ഇല്ല. എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് തന്നെ പോവുകയാണ്. ഇതൊരു രാജ്യവും വെച്ച് പൊറപ്പിക്കില്ല. കാരണം വേറൊരു രാജ്യത്ത് നിന്ന് അവിടെ വിഘടനവാദത്തിന് വിത്ത് പാകിയാൽ അവർ തൂക്കിയെടുത്ത് പുറത്തു കളയും. എന്തായാലും ഈ കുട്ടിക്ക് ഒരു വലിയ ഭാഗ്യമുണ്ട്. കാരണം സ്വയം ഞാൻ നാട് വിടുന്നേ എന്ന് പറഞ്ഞ് അത് ഓടുന്ന ഓട്ടം നമ്മൾ കണ്ടതാണ് വീഡിയോയിൽ കൂടെ. അത് രക്ഷപ്പെട്ടത് നന്നായി. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവര് പൊക്കി ജയിലിലിടുകയും കാലിലും കയ്യിലും ചങ്ങലക്കിടുകയും മൂത്രം ഒഴിക്കാൻ പോലും കഴിയാതെ 20 മണിക്കൂർ യാത്ര ചെയ്ത് ഇന്ത്യയിൽ കൊണ്ട് ഇറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യമൊക്കെ ആ കുട്ടി എന്തായാലും മറികടന്നു എന്ന് പറയാം. ഒട്ടും സഹതാപം അർഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം മ്ലേച്ഛമായ പരിപാടിയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന്. നമ്മുടെ രാജ്യത്ത് എന്ത് പേക്കോത്തരങ്ങൾ വേണേൽ കാണിക്കാം, കാരണം ഇവിടെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് നിന്ന് പഠനാവശ്യങ്ങൾക്കും മറ്റും വേറൊരു രാജ്യം ഇല്ല. ഇതിനു വേണ്ട പഠനം പോട്ടെ, തൊഴിലിന് വേണ്ടി ജോലി ചെയ്യാൻ പോയിട്ട് ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളാണ് നടക്കുമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നവര് അവിടെ എന്തെങ്കിലും സാലറി ഇഷ്യൂസ് ഇല്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ സാലറി ഇഷ്യൂസ് ഇല്ലേ? ഉണ്ട്. ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നിട്ടല്ലേ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത്. ഇവരെന്താണ് അവിടെ പോയി സമരം ചെയ്യാത്തത്? അവിടെ സമരം പോയിട്ട് എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ തല കാണത്തില്ല. അതാണ്. അപ്പൊ ഇവർക്ക് അറിയാം എവിടൊക്കെ നിന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നത്. ഇവർക്കറിയാം. അമേരിക്ക കണക്കുള്ള രാജ്യങ്ങൾ ഇവർക്ക് വളക്കൂറാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളിൽ ഇവർക്ക് വളക്കൂർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ രാജ്യത്തേക്കാൾ കഷ്ടമാണ്. ഇവരെ സഹായിക്കാൻ കുറെ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരും സമാധാനക്കാരും അങ്ങനെയൊക്കെയുള്ള കുറെ NGO-കൾ അവിടെ താഴ്ച വളരുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ ഒരു പ്രത്യേകതയാണ് എല്ലായിടത്തും. അതിന് ബദലായിക്കൊണ്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും, പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നതും ഇത് ഈ കാരണം കൊണ്ടാണ്. ട്രംപ് എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു വലതുപക്ഷ ചിന്താഗതിയിലേക്ക് പോകാൻ കാരണമെന്ന് ചോദിച്ചാൽ, അമേരിക്കക്കാരന്റെ മനസ്സറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ആ രീതിയിലേക്ക് പോയത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും തീവ്ര ദേശീയത പറയുന്ന ഒരു പാർട്ടി അല്ല അദ്ദേഹത്തിന്റെ പാർട്ടി. അദ്ദേഹം എന്തുകൊണ്ടാണ് നിലപാടെടുക്കുന്നത് ചോദിച്ചാൽ, അമേരിക്കക്കാരന്റെ മൊത്തം മാനസികാവസ്ഥ അതാണ്. ജർമ്മനിക്കാരന്റെ, ബ്രിട്ടൻകാരന്റെ ഒക്കെ മാനസികാവസ്ഥ അതാണ്. കാരണം പുറത്തു നിന്നുള്ളവർ കുടിയേറുക, അവരുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുക, ജിഹാദ് പ്രവർത്തനം നടത്തുക, ഇതൊക്കെ സ്വാഭാവികമായി എതിർക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഏതായാലും ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളോട് യാതൊരു സഹതാപവുമില്ല. ഇത്തരത്തിൽ പോയി വേറൊരു രാജ്യത്ത് പോയി തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്. ഇനിയും ഇത്തരക്കാരെയൊക്കെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. കാരണം ഇതൊരു പാഠമാകണം. നമ്മൾ തന്നെ അറിയാം, കുറച്ചു നാൾക്ക് മുമ്പ് ധനുഷിന് ഓർമ്മയുണ്ടാകും, ധനുഷ് തന്നെയാണ് മലയാളത്തിൽ ആ വാർത്ത ചെയ്തതെന്നാണ് ഞാൻ എന്റെ ഓർമ്മ. നമ്മുടെ ആസാമില് നമ്മുടെ ഇവിടെ IIT-യില് നമ്മുടെ സ്കോളർഷിപ്പോടെ പഠിക്കുന്ന ഒരു ബംഗ്ലാദേശി പെൺകുട്ടി ആസാമില് 2 മാസം മുമ്പ് നടന്ന സംഭവം. ആസാമിൽ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. 24 മണിക്കൂർ കഴിയുന്ന മുമ്പ് തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ കൊച്ചിനെ പൊക്കി തൂക്കി ബംഗ്ലാദേശിലേക്ക് വിട്ടു. അവിടുത്തെ സർക്കാർ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. 24 മണിക്കൂർ തികഞ്ഞില്ല പോസ്റ്റ് ഇട്ടിട്ട്. അപ്പം അത് നമ്മുടെ രാജ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളും അത് ചെയ്യും. നമ്മുടെ ഇവിടെ നടക്കുന്നവരെ നമുക്ക് പിന്നെ എങ്ങനെ വേണേൽ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ അതൊക്കെ അവരെ കുറച്ചൊക്കെ അനുകൂലിക്കും. ഇവിടെ കിടന്ന് പേക്കാച്ചിത്രം കാണിക്കുന്നതിനൊക്കെ നമ്മൾ പൊക്കോട്ടെ എന്ന് വെക്കും. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പൊക്കി തീഹാറിലോ എവിടെയെങ്കിലും കൊണ്ടിടും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പക്ഷെ മറ്റു രാജ്യത്ത് അതല്ല. അവന്റെ രാജ്യത്തുള്ള ഒരു പ്രതിഷേധം നടത്തിയാൽ നമുക്ക് അതിനെ മാനിക്കാൻ പറ്റും. എടാ അവന്റെ ആ നാട്ടിലെ പൗരന്മാരാണ്. ഇത് അങ്ങനെയല്ല. പഠിക്കാൻ പോയ വിസയിലുള്ള ആളാണ്. വിസിറ്റിംഗ് വിസയിൽ പോയവൻ നാളെ ആ രാജ്യത്ത് പ്രക്ഷോഭം നയിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ സ്റ്റുഡൻസ് വിസയിൽ പോകുന്നു. അതിനൊരു കാലാവധി ഉണ്ട്. സ്റ്റുഡൻസ് വിസയ്ക്ക് ആ പഠനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വിസയാണ്. അത് ആ വിസ നൽകുമ്പോൾ ആ വിസയ്ക്കകത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വിസ ഇഷ്യൂ ചെയ്തത്. അതാണ് അവരുടെ ഹോം ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. ഞങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായി സ്കോളർഷിപ്പ് തരുന്നു, വിസ തരുന്നത് ഇവിടെ താമസിക്കാനും പഠിക്കാനുമാണ്, അല്ലാതെ ഇവിടുത്തെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാനോ ഞങ്ങളെ ആക്രമിക്കാനോ അല്ല എന്നാണ് പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. എന്തായാലും ഈ വിഷ്വൽ ഇപ്പൊ ഭയങ്കര വൈറലായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ ഓടിക്കുകയായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. പെട്ടെന്ന് വിട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളത്. കാരണം പിടികൂടി കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും അവിടുന്ന് പോകാനായിട്ട്. ഏതായാലും നല്ലൊരു അവസരം കളഞ്ഞു കുളിച്ചു. പഠിക്കാൻ പോയതാണ് എങ്കിൽ പോലും വിപ്ലവം തലയ്ക്ക് പിടിച്ചിട്ട് ഇതേപോലുള്ള കുറെ ആളുകളെ നമുക്ക് JNU കാണാൻ പറ്റും. ദില്ലി JNU-യിൽ പഠിക്കാനായി അവിടെ വരുന്നു. ഈ അർബൻ നക്സലുകളാണ് കൂടുതലും. ഈ ബീഹാറിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ഈ നക്സൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള രാഷ്ട്രീയമാണ് അവിടെ കൂടുതലും. ഇടതുപക്ഷം നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിൽ SFIക്ക് വലിയ റോളൊന്നും JNU-വിലൊന്നും ഇല്ല. അപ്പം ഈ തീവ്ര ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള കുട്ടികളാണ്. അവരിപ്പോൾ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് JNU അടക്കം തമ്പടിച്ചുകൊണ്ട് ഇത് നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു അനവധി പേരുണ്ട്. പക്ഷെ ഇപ്പൊ ആരെയും നമ്മൾ കാണുന്നില്ല. ഇപ്പോഴാരുടെയും നമ്മൾ കുറെ എണ്ണത്തിലേക്ക് പൊക്കി അകത്തിട്ടതോടുകൂടി ആ ഒരു വലിയ ശല്യം തീർന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഭാവിയിലും അത് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല കാര്യമാണ്. ആ കുട്ടി അത് ചെയ്തതിനകത്ത് അഭിനന്ദിക്കാൻ കഴിയണം. അമേരിക്കയ്ക്ക് ഒരു തലവേദന ഒന്നും വരുത്തി വെക്കാതെ സ്വയം ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കാണിച്ച വലിയ മനസ്സിന് ആ കുട്ടി ഒരു പ്രശംസ അർഹിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് ആ കുട്ടി ചെയ്തത്. അതല്ലാതെ അമേരിക്കക്കാരെ കൊണ്ട് പിടിച്ച് ജയിലിൽ ഇടിച്ച് അവന്റെ ചെല്ലും ചെലവും പിടിച്ച് ജയിലിൽ കിടന്നില്ലല്ലോ. എന്തായാലും നല്ല കാര്യമാണ്. പക്ഷെ ഇതേപോലൊക്കെ എല്ലാ വിദ്യാർത്ഥികളും കാണേണ്ട കാര്യം, നമ്മൾ എന്ത് ആവശ്യത്തിലാണ് ഒരു രാജ്യത്ത് പോകുന്നത്, ആ ആവശ്യം കഴിയുന്നത് വരെ അതേപോലെ നിൽക്കുക എന്നുള്ളതാണ്.
എന്തായാലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ ഇന്ത്യയിലും വരട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന. കാരണം ഇവിടെ ഉണ്ടല്ലോ ഹമാസ് അനുകൂലികളും ഹമാസിന് വേണ്ടി കൊടി പിടിക്കുന്നവരും ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്തേറ്റുന്നവരും ഹമാസിന് വേണ്ടി അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവരും എല്ലാം ഇവിടെയും ഉണ്ട്. എന്തായാലും അതുപോലുള്ള ആ ഒരു ട്രംപിന്റെ ഒരു മാതൃക അതൊരു നല്ല മാതൃകയാണ്. അത് നമ്മുടെ ഇന്ത്യയിലും വരട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഫലസ്തീൻ എത്ര ദൂരം കിടക്കുന്നു, നമ്മളിവിടെ എത്ര ദൂരം കിടക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇസ്രായേലും പലസ്തീനും തമ്മിൽ അടി കൂടിയാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ ഒരു ഒരു എന്താ പറയാ ഒരു മുൻ പറയും. മനുഷ്യ ഇത് പറയുമ്പോഴാണ് ആമസോൺ ഉം. കാർഡ് കത്തിയപ്പോ പ്രതിഷേധ പ്രകടനം നടന്ന നാടായത്. ആമസോൺ കാർഡ് എവിടെ അതെ അതെ കിടക്കുന്നു? ഇത് എവിടെ കിടക്കുന്നു? ഈ ഈ പ്രകടനം നടന്ന കൊച്ചു കേരളത്തിൽ എന്തുമാത്രം കാട്ടുതീയാ ഉണ്ടാകുന്നു, എന്തുമാത്രം നഷ്ടമാണ് അനുഭവത്തിനുണ്ടാകുന്നത്, അതിനെക്കുറിച്ച് ഒന്നുമില്ല. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലുള്ള എന്തൊക്കെ കുറവുകളുണ്ടെന്നുള്ള എന്തിനാ കാര്യം പോലും ഇവന്മാർക്ക് കാട്ടുതീ? അറിയത്തില്ല. ആമസോൺ അല്ല, കത്തിയതാണ്. എന്തിനാ കാട്ടുതീ? ആമസോൺ കാർഡ് കത്തിയപ്പോ ഇവിടെ ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ചു. എന്നാൽ ഇവിടെ ബ്രഹ്മപുരം കത്തിയപ്പോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. അവിടെ ഈ ബ്രഹ്മപുരം വല്ല ഗുജറാത്തിൽ വല്ല ഏതെങ്കിലും ചവറ്റുകൂനിയാണ് കത്തിയതെങ്കിൽ ഇവിടെ ദേശാഭിമാനിയില് ഫ്രണ്ട് പേജ് ഒരു മൊത്തത്തിലൊരു വലിയ പേജിൽ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു ഗർഭിണി വായിൽ നിന്ന് നൊരയും പതയും വരുന്നു, അവരുടെ കയ്യിൽ നിന്ന് 2-3 ഗുളിക ഉതിർന്ന് താഴെ വീഴുന്നു. ഇതാണ് ദൃശ്യം. പുകയുടെ ഇടയിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്, തുപ്പാക്കിയിലെ വിജയക്കണക്ക്. ഇതായിരിക്കും ഫോട്ടോ. അകത്തോട്ട് കടക്കുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ് കയ്യിൽ ഒരു ബ്രെഡിന്റെ കഷ്ണവുമായിട്ട് ഇങ്ങനെ വായും പൊളന്ന് മുകളിലോട്ട് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പടം. ഒരു വയോധികൻ മറ്റേ ഈ വടിയൂന്നി നടക്കുന്ന ഒരു വയോധികൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന പടം. അങ്ങനെ പല പല പടങ്ങൾ. പിന്നെ ഇവിടെ മാതൃഭൂമിയിലെ ഫെസ്റ്റിവലിൽ ഈ പടങ്ങളൊക്കെ എടുത്തിട്ട് ഒരു അലക്കൽ. പിന്നെ ഗുജറാത്തിൽ പോയ വ്ളോഗേഴ്സിനെയൊക്കെ വിളിച്ച് ഗുജറാത്തിനെ പറ്റി തെറി പറയൽ, എന്തൊക്കെ നടന്നു. പക്ഷെ ബ്രഹ്മപുരം കത്തിയപ്പോ ചേട്ടാ ശ്രദ്ധിച്ചായിരുന്നോ? ബ്രഹ്മപുരം കത്തിയപ്പോ അവിടെ തീ അണയ്ക്കാനേ പറ്റുന്നില്ല. തീ അണയ്ക്കാൻ പറ്റാതെ തളർന്നിരിക്കുന്ന ആ ഫയർഫോഴ്സുകാരുടെ പിറകിൽ AI വെച്ച് 2 ചിറക് ഫിറ്റ് ചെയ്ത് കൊടുത്ത് അവരെ ഏഞ്ചൽസ് ആക്കി, അതായത് മാലാഖമാരാക്കിയിട്ട് നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക, കരളുടഞ്ഞ് വീഴുകരുത്, കരളുറപ്പുള്ള കേരളം എന്ന് പറഞ്ഞ് ഒരു പാട്ടിൽ അവരങ്ങ് ഒതുക്കി എന്നുള്ളതാണ്. കാരണം അവര് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് നമ്മുടെ മാലാഖമാർ, അങ്ങോട്ട് നോക്കൂ എന്നുള്ള ഒരു ലൈനായിരുന്നു. അപ്പൊ അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള ഹമാസ് അനുകൂലികളെ ഹമാസിനെയൊക്കെ നിരോധിക്കുന്ന ഒരു കാലം ഇന്ത്യയിൽ വരും. കാരണം ഇസ്രായേൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അമേരിക്കയിൽ ഇനി യാതൊരുവിധ കളിയും നടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു വിച്ര, താങ്ക് യു സോ മച്ച്.